നമ്മൾ നേരത്തെ പ്രോഗ്രാം ചെയ്ത പോലെ ഭഗവത്ഗീതയിലെ വിശ്വരൂപ ദർശനം എന്ന അധ്യായത്തിലെ ക്വിസ് കോമ്പറ്റീഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഭാഗ്യം കൊണ്ട് സിന്ധു ഒക്കെ അത് ഒരു ഫ്രണ്ട്ലി ക്വിസ് പ്രോഗ്രാം പറഞ്ഞുകൊണ്ട് ഒരു ആശ്വാസം. കാരണം എല്ലാം കഴിയുമ്പോഴേ എന്നോട് ആരും ദേഷ്യപ്പെടില്ല എന്ന് തോന്നുന്നു. അപ്പോ ഈ കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ ആർദ്രമായ സ്വാഗതം പറയുന്നു. ഇത് വേറെ വലിയൊരു നേട്ടം ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയൊന്നും അല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോഴും ഓരോ അധ്യായം ഇങ്ങനെ പടിപടിയായി പഠിച്ചുകൊണ്ട് വരികയാണ്, വായിച്ചുകൊണ്ട് വരികയാണ്. നമ്മളിപ്പോ വായിക്കുന്നുണ്ട്, അതിന്റെ ട്രാൻസ്ലേഷൻ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത് നമുക്ക് തന്നെ അലോട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി അത് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ വേറെ ആരെങ്കിലും ഒന്ന് പാടുകയോ അല്ലെങ്കിൽ അതിന്റെ വിശകലനം പറയുമ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിച്ചെന്ന് വരില്ല, അത്ര നമുക്കത് മീനിങ് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. നേരെ മറിച്ച് നമ്മളോട് തന്നെ അതിന്റെ വ്യാഖ്യാനം പറയണം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വായിച്ച് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ നമുക്ക് ഭഗവത്ഗീത കുറച്ചും കൂടെ മനസ്സിലാവും. ഇതിനേക്കാളും ഉത്തമമായിട്ടുള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞ ഒരു പരിപാടി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് ഒരു ക്വിസ് പ്രോഗ്രാം, ഒരു ചോദ്യാവലി ഉണ്ടാക്കിയിട്ട് ചോദിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കുറച്ചും കൂടെ വായിച്ച് മനസ്സിലാക്കാൻ നോക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഒരു ക്വിസ് പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഇതിനെപ്പറ്റി പഠിക്കാൻ നോക്കും, മനസ്സിലാക്കാൻ നോക്കും. അല്ലാതെ ഇതിനെ കൊണ്ട് വേറെ കാര്യമായിട്ട് വലിയൊരു ചാലഞ്ച് ആയിട്ടോ അല്ലെങ്കിൽ ഒരു അറിവിന്റെ ഒരു അളവുകോലായിട്ടോ ഒന്നും ആരും എടുക്കേണ്ട കാര്യമില്ല. ഞാനും ഇതുപോലെ പുസ്തകം കുറെ വായിച്ചിട്ടാണ് കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളും ഇപ്പൊ അതുപോലെ വായിച്ചിട്ടാണ് അത് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോഴേ നമ്മൾ കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു ചോദ്യം വരുമ്പോൾ എന്താണ് അതിന്റെ ആൻസർ എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടും പിന്നെ അതിനൊരു ഉത്തരം കണ്ടുപിടിക്കണം എന്നുള്ള ആ മനസ്സിന്റെ ഒരു എന്താ പറയാ ഒരു മാത്സര്യം കൊണ്ടും നമ്മൾ അത് കുറച്ചും കൂടെ വായിച്ചു മനസ്സിലാക്കും. അത് തന്നെയാണ് ഇതിന്റെ നമ്മുടെ യോഗയിൽ ഈ ഭഗവത്ഗീത വായിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും പിന്നെ അതുപോലെ ഈ കോമ്പറ്റീഷൻ ഒറ്റ ഉദ്ദേശം അതൊന്നു മാത്രമാണ്. അപ്പൊ നിങ്ങളെല്ലാവരും കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആയിരിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാനിത് തുടങ്ങാൻ പോവാണ്. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇത് ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്, ആർക്കും പ്രത്യേകിച്ചൊന്നുമില്ല. ആർക്കാണ് അറിയാൻ പറ്റുന്നത് അവരവരുടെ പേര് ആദ്യം പറയുക, എന്നിട്ട് അതിന്റെ ഉത്തരം പറയുക. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ആരാണിത് പറഞ്ഞിരിക്കുന്നതെന്ന്. പിന്നെ ഇതിൽ തെറ്റും ശരിയെന്ന് പറഞ്ഞിട്ട് മാർക്കൊന്നും കൊടുക്കാൻ പോകുന്നില്ല. എത്ര പേർക്ക് ശരിയായ ഉത്തരം പറയാൻ പോകുന്നു അത്രയും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു എന്നുള്ളതിന്റെ ഒരു അളവുകോലാണ്. അത്രേ ഉള്ളൂ ഇതിൽ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അത് സിന്ധു ഒക്കെ അത് മാർക്ക് ചെയ്യും, ആരാണ് അതിന്റെ ആൻസർ ശരിക്കും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ 1 2 പേര് പറഞ്ഞിട്ടുണ്ടാവും. ആദ്യം പറയുന്നവർക്കാണ് ആ സ്കോർ കിട്ടുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവസാനം ഇത്ര സ്കോർ ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ അതും വേണ്ടാന്ന് വെക്കാം. ഇപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. വളരെ ഇതെന്താ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ അധ്യായം കുറച്ച് ബുദ്ധിമുട്ടുള്ള അധ്യായമാണ്. ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കി കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വേർഡ് ആൻസേഴ്സ് ഇതിൽ വളരെ കുറവാണ്. മറ്റ് ചാപ്റ്റേഴ്സിനെ അപേക്ഷിച്ചിട്ട് 1 വേർഡ് ആൻസേഴ്സ് ഇതിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഉത്തരം പറയാനും ബുദ്ധിമുട്ടാണ്, ചോദ്യം ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ്. വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂഷൻ വരാൻ വഴിയുണ്ട്. നമുക്ക് എവിടെയെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് സ്ലോ നോക്കിയിട്ട് നമുക്ക് ഉത്തരം പറയാം. അപ്പോ ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ പോവാണ് ചോദ്യങ്ങൾ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഭഗവത്ഗീതയിൽ ഇത് 1ാമത്തെ ചോദ്യം. ഭഗവത്ഗീതയിൽ ഒരിടത്ത് പറയുന്നുണ്ട് അശ്വിൻ കുമാരന്മാർ എന്ന് പറയുന്നുണ്ട്. അശ്വനി കുമാരന്മാർ എന്നും പറയാറുണ്ട്. ചോദ്യം ഇതാണ്, ഇവർ ആരാണ്? ഉത്തരങ്ങൾ ഞാൻ പറയാം, അതിൽ നിങ്ങൾ ശരിയായത് സെലക്ട് ചെയ്യണം. ഇവർ ദേവലോകത്തിന്റെ ഒന്ന് വാസ്തുശില്പിയാണ്, അല്ലെങ്കിൽ ആർക്കിടെക്ട്.
2 ഇവരവിടുത്തെ പൂജാരിമാരാണ്, അല്ലെങ്കിൽ ദൈവത്തിന് പൂജ ചെയ്യുന്നവർ, പ്രീസ്റ്റ് എന്നും കൂടെ പറയാം. 3-മത്തത് ദേവലോകത്തിലെ വൈദ്യന്മാരാണ് ഇവർ. 4-മത്തെ ചോദ്യം, ഇവര് ദേവലോകത്തു നിന്നുള്ള സന്ദേശങ്ങൾ വേറെ ഭാഗത്ത് എത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റായ ഉത്തരം? ദേവലോകത്തിലെ വൈദ്യന്മാര്. വൈദ്യന്മാര്. ആരും പേര് പറഞ്ഞില്ല. തിലകം. തിലകം. അർത്ഥം നോക്കിക്കോളൂ. 3-4 പേര് പറഞ്ഞത് വെച്ച കേട്ടായിരുന്നു. ഞാൻ ആദ്യം അവരവരുടെ പേര് പറഞ്ഞോട്ടോ. ഒന്ന് തിലകം ആക്കാം, പിന്നെ ഗിരിജയൊക്കെ ഉണ്ടല്ലേ. അടുത്ത ചോദ്യം ഇതാണ്. വിവസ്വാൻ ഒരു ആരാണെന്നുള്ളതാണ് ചോദ്യം. വിവസ്വാൻ ഒരു വസുവാണ്, രുദ്രനാണ്, അതിഥിയുടെ മകനാണ്, ഒരു മരുത്വമാണ്. ശരിയായ ഉത്തരം ഏതാ? അതിഥിയുടെ മകൻ. ആരാ പറഞ്ഞത്? രത്നവല്ലി. ശരിയായ ഉത്തരം. വസു അതിഥിയുടെ മകനാണ്. കുറച്ച് ഒച്ചത്തിൽ പറയണേക്കാം. ഇനി 3-മത്തെ ചോദ്യം. നിങ്ങൾ ആരും പേര് പറയുന്നില്ല. ആദ്യം പേര് പറയാം, എന്നിട്ട് ഉത്തരം പറയാം. അപ്പൊ അത് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ഇനി ചോദ്യം 3. വിശ്വരൂപ ദർശനത്തിൽ, ചോദ്യത്തിന് എവിടെയെങ്കിലും നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ എന്നോട് ചോദിക്കാം. വിശ്വരൂപ ദർശനത്തിൽ അത് മ്യൂട്ട് ചെയ്യണേ. വിശ്വരൂപ ദർശനത്തിൽ അർജുനൻ ബ്രഹ്മാവിനെ എവിടെയാണ് കാണുന്നത്? അർജുനൻ ബ്രഹ്മാവിനെ കാണുന്നുണ്ട്. അത് എവിടെയാണെന്നാണ് ചോദ്യം. ഉത്തരം ഞാൻ പറയാം. കറക്റ്റ് ഉത്തരം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഭഗവാന്റെ മുമ്പിൽ താമര ഇലയിൽ ഇരുന്ന് കാണുന്നു. 1. 2. ഭഗവാന്റെ ശരീരത്തിൽ താമര ഇലയിൽ കാണുന്നു. 3. ഭഗവാന്റെ ശിരസ് മടിയിൽ വെച്ച് താമരയോട് കൂടി കാണുന്നു. 4. ഭഗവാന്റെ പാദങ്ങൾ മടിയിൽ വെച്ച് കാണുന്നു. ഇതിൽ ഏത് ഉത്തരമാണ് ശരി? ഭഗവാന്റെ മുന്നിൽ താമരയിൽ. ഭഗവാന്റെ മുമ്പിൽ താമരയിൽ. ആരാ പറഞ്ഞത്? ആനന്ദവല്ലി. തെറ്റാണ് അക്കാത്. അടുത്ത ആരെങ്കിലും അതിന് പറയാനുണ്ടോ? കേട്ടില്ല. ഭഗവാന്റെ പാദങ്ങൾ മടിയിൽ വെച്ച് കാണുന്നു. ആരാ പറഞ്ഞത്? ആദിശ്രീ. തെറ്റായി പോയി അക്ക. ആദിശ്രീ. ഭഗവാന്റെ ശിരസിൽ കാണുന്നു. രത്നവല്ലി. ഭഗവാന്റെ ശിരസിൽ കാണുന്നു. ഭഗവാന്റെ ശിരസിൽ ബ്രഹ്മാവ് ഇരിക്കുന്നതായി കാണുന്നു അല്ലെ? ആരാ പറഞ്ഞത്? രത്നവല്ലി. അക്ക ഒരു ഓപ്ഷനേ ഉള്ളൂ, 2 പ്രാവശ്യം പറയരുത്. ഏതായാലും അത് ഒന്നേ തെറ്റിപ്പോയേക്കാം. പറഞ്ഞിട്ടുള്ളൂ ഞാൻ. ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശരി. അപ്പൊ ഇനി ഏതെങ്കിലും ഉത്തരം പറയാൻ ബാക്കിയുണ്ടോ? ഈ 3 ആൻസറും തെറ്റാണ്. ഭഗവാന്റെ ശരീരത്തിൽ കാണുന്നു. ഭഗവാന്റെ ശരീരത്തിൽ താമരയിലയിൽ കാണുന്നു. അതെ. സൃഷ്ടികർമ്മം നടത്തുന്നത് കാണുന്നു. ആരാ പറഞ്ഞത്? കേട്ടില്ല. ഗിരിജാക്ക. അതാണ് ശരി ആൻസർ. മൊത്തമായി ശരിയായി പറയുകയാണെങ്കിൽ ഭഗവാന്റെ ശരീരത്തിൽ താമര ഇലയിൽ ഇരുന്ന് കാണുന്നു. അണ്ണന്മാരുടെ ഒച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ. ആരും ഇല്ലേ? ശരി. ഇതിപ്പോ ഇത് എവിടെയാണെന്ന് പറയുന്നതെന്നും കൂടെ ഞാനൊന്ന് ചൊല്ലിക്കേൾപ്പിക്കാം. പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തദാ ഭൂതവിശേഷ സംഘാൻ ബ്രഹ്മാണമീശം. ഇവിടെയാണ് പറയുന്നത് ഭഗവാന്റെ ദേഹത്തിൽ ബ്രഹ്മാവ് താമരയിലയിൽ കാണുന്നു. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഉത്തരം നല്ല കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രം വിളിച്ചു പറയാം. വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഉത്തരം ശരിയാണെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ പേര് പറയുക, എന്നിട്ട് ഉത്തരം പറയുക.
നാലാമത്തെ ചോദ്യം, ഇത് ആ ശ്ലോകം തന്നെ ഞാൻ ഒന്നും കൂടെ വായിക്കാം. പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷ സംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്തൃഷിംശ എന്ന് പറഞ്ഞ ഋഷിംശ അനുരാഗാംശ്ച ദിവ്യാൻ. ഇതിൽ ഇപ്പൊ ഇത്രയും ശ്ലോകം കേട്ടു. ഇതിൽ ബ്രഹ്മാവിനെയും ഭൂതങ്ങളെയും ഋഷികളെയും കണ്ടു. ആര് കണ്ടു? അർജുനൻ കണ്ടു. ഇത് കൂടാതെ വേറെ ആരെയാണ് അർജുനൻ കണ്ടത്? ഉരകങ്ങൾ. എന്താ ഉരകങ്ങൾ? ഉരകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അക്ക? ഋഷിമാരെ. ഋഷിമാര്. ആരാ പറഞ്ഞത്? ഭഗവാൻ ശിവനെയും സർപ്പങ്ങളെയും കണ്ടു. ഞാൻ വനജ. ശിവനെയും സർപ്പങ്ങളെയും കണ്ടു. ഭൂതഗണങ്ങൾ. ഇതിൽ ശിവനെയും കണ്ടു എന്ന് പറഞ്ഞുണ്ടോക്ക? ആ, ഭഗവാൻ ശിവനെയും സർപ്പങ്ങളെയും അർജുനൻ കണ്ടു. ഞാൻ വനജ. വനജ. ഇതിൽ ശിവൻ എന്നുള്ള വാക്ക് എവിടാന്നൊക്കെ പറയാൻ പറ്റുമോ? ഞാൻ ഒന്നും കൂടെ വേണം ശ്ലോകം വായിക്കാം. പശ്യാമി ദേവാംസ്തവ ദേഹദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷ സംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ത ഋഷിംശ സർവാനുരകാഞ്ച ദിവ്യാൻ. ശിവനോട് വരുന്നുണ്ട്? ശിവനില്ല. ഈശാം. ശിവനില്ല. അപ്പൊ അത് ഉത്തരം തെറ്റിപ്പോയി. ഭൂതഗണങ്ങൾ. ആരാ? പരമേശ്വരനെയും ദിവ്യനാഗങ്ങളെയും. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെയും. പരമേശ്വരനുള്ള പേര് ഇതിൽ വരുന്നില്ല അക്ക. ഇതിൽ പറയുന്നത് ബ്രഹ്മാണമീശം വരുന്നുണ്ടല്ലോ. ഈശാം ഈസ് ലോർഡ് ശിവ. ഇന്ദ്രാദികളായ സകല ദേവന്മാരെയും ഉരകങ്ങളെ കാണുന്നുണ്ടെണ്ണ. ഉരകങ്ങൾ. ഇതിൽ വരുന്നത് ഉരകങ്ങൾ മാത്രമാണ്. ആദിത്യന്മാരെയും മറ്റുക്കളെയും പരമേശ്വരനെയും ബ്രഹ്മാവിനെയും കാണുന്നുണ്ട്. അശ്വിനി ദേവതന്മാരെ. അതൊക്കെ ഞാൻ പറഞ്ഞത്. നാഗങ്ങളെയും ബ്രഹ്മാവിനെയും ഭൂതങ്ങളെയും ഋഷികളെയും കൂടാതെ ആരെയാണ് കാണുന്നത്? അത് വാസുകിയല്ലേ ഉരകങ്ങൾ? ബ്രഹ്മാവിനെ കാണുന്നുണ്ട്. ഉരകങ്ങളെല്ലാം ഉണ്ട്. ബ്രഹ്മാവിനെ കാണുന്നു. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ കാണുന്നു. അത് പറഞ്ഞു. അടുത്ത ചോദ്യം, മരുത്തുക്കളെ. അഞ്ചാമത്തെ ചോദ്യം. കരിമണ്ണ ഇതിന്റെ ആൻസർ? സർപ്പങ്ങൾ അല്ലെങ്കിൽ ഉരകം. ഉരകം. ആരാ പറഞ്ഞേ ഉരകം? ഞാൻ പറഞ്ഞിരുന്നു. ആരെ പേര് പറഞ്ഞില്ല? പറയുമ്പോൾ പേര് പറഞ്ഞു. ഉഷാമാധവൻ. ഞാൻ ആദ്യം ഉഷാമാധവനൊക്കെയാ പറഞ്ഞത് ആദ്യം. മാധവനൊക്കെ ക്ലിയർ ആയിട്ട് മറ്റേ പരമശിവനെ ചേർക്കാതെ പറഞ്ഞതേ ശരിയാവുന്നുള്ളൂ. ഉരകം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ സരോജിനി. ഉഷാമാധവനൊക്കെ. ശരി. അഞ്ചാമത്തെ ചോദ്യം, ഭഗവാന്റെ വിശ്വരൂപം കണ്ട് അർജുനൻ ഭയന്ന് വിറക്കുന്നു എന്ന് ശ്ലോകം 24 പറയുന്നു. ഭഗവാന്റെ വിശ്വരൂപം കണ്ട് അർജുനൻ ഭയന്ന് വിറക്കുന്നു എന്ന് 24ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. എന്തുകൊണ്ടാണ് അർജുനൻ വിറക്കുന്നത്? ചോദ്യം. ഉത്തരം ഞാൻ ഓപ്ഷൻ തരാം. 1, കത്തിജ്വലിക്കുന്ന കണ്ണുകൾ ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന രൂപം. കത്തിജ്വലിക്കുന്ന ഭഗവാന്റെ രൂപം അത് ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്നു. 2, തുറന്നു പിടിച്ച വായ കണ്ടിട്ട്. തുറന്നു പിടിച്ച തീജ്വാലകൾ കത്തിജ്വലിക്കുന്ന തുറന്നു പിടിച്ച വായ എന്നാണ് പറയുന്നത്. പിന്നെ ഇതെല്ലാം കണ്ടിട്ട്, ഈ പറഞ്ഞ ഇതെല്ലാം കണ്ടിട്ട് പറഞ്ഞ രണ്ടും മൂന്നും കണ്ടിട്ട്. ഇതെല്ലാം കണ്ടിട്ട്. ചോദ്യം കംപ്ലീറ്റ് ആയില്ല. കത്തിജ്വലിക്കുന്ന കണ്ണുകൾ, ആകാശം മുട്ട വളർന്ന നിൽപ്പ്, തുറന്നു പിടിച്ച വായ, ഇതെല്ലാം കണ്ടിട്ട്. ഇനി ഒന്നും കൂടെ ഉണ്ട്. ഇത് കൂടാതെ മറ്റു ചിലതും കൂടെ കണ്ടിട്ട്. ഇതിലേതാണ് ശരി? 4 ഓപ്ഷൻ. ജ്വലിക്കുന്ന കണ്ണുകാതെ മറ്റു ചിലതും കൂടി കണ്ടിട്ട്.
ഇത് കണ്ടിട്ട് മറ്റു ചിലത് കൂടി കണ്ടിട്ടു. ചിലതും കൂടെ അനേക വർണ്ണങ്ങൾ കണ്ടിട്ടുണ്ട്. അനേക വർണ്ണങ്ങൾ. അതാണ് കറക്റ്റ് ഉത്തരം. ഇതെല്ലാം കൂടാതെ മറ്റു വർണ്ണങ്ങൾ കൂടെ. അതാരാണ് അക്ക പറഞ്ഞ പേര്? സരോജിനി. സരോജിനി. ഓ, സരോജിനി അക്ക. ശരി. ആണ്, എനിക്ക് ചോദ്യമില്ല. ജ്വലിക്കുന്ന കണ്ണുകളും ഉണ്ടല്ലോ അണ്ണാ, ജ്വലിക്കുന്ന കണ്ണുകൾ. അത് പറഞ്ഞല്ലോ. പല പറഞ്ഞു. അത് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണുകൾ കണ്ടിട്ടാണ്, വായ കണ്ടിട്ടാണ്, പക്ഷെ ഇതെല്ലാം കണ്ടിട്ടാണ്. പക്ഷെ ഏത് പറഞ്ഞു ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മൂന്നും കണ്ടിട്ടാണ്. നാലാമത്തെ ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അല്ലാതെ വേറൊരു സാധനം കണ്ടിട്ട്. അതേതാണ്? അത് ഭഗവാന്റെ വർണ്ണങ്ങൾ കണ്ടിട്ടാണ്. അതാണ് ഉത്തരം. സരോജിനിയാക്കാം. ഇനി അവരുടെ ആറാമത്തെ ചോദ്യം, ഭഗവാന്റെ തുറന്നു പിടിച്ച ഭയാനകമായ വായിലേക്ക് ആരൊക്കെ വീഴുന്നതാണ് അർജുനൻ കാണുന്നത്? ഉത്തരം പറയണ്ട. ചോദ്യം ഞാൻ ഓപ്ഷൻസ് തരാം, അതിൽ സെലക്ട് ചെയ്താൽ മതി. ചോദ്യം വളരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഭഗവാന്റെ തുറന്നു പിടിച്ച ഭയാനകമായ വായിലേക്ക് ആരൊക്കെ വീഴുന്നതാണ് അർജുനൻ കാണുന്നത്? 1, ധൃതരാഷ്ട്രരുടെ എല്ലാ മക്കളും അവരുടെ സഹായികളും. 2, ഭീഷ്മർ, കർണൻ, ദ്രോണർ. മൂന്നാമത്തത് ദ്രോണർ എന്നുള്ളതാണ്. രണ്ടാമത്തത് ഭീഷ്മരും കർണനും, മൂന്നാമത്തത് ദ്രോണർ. ഇനി നാലാമത്തത് മറ്റു ചിലർ. ഈ ഇത്ര പേരാണ് ഇവിടെ വായിലേക്ക് വന്നു വീഴുന്നത്. ഈ മറ്റു ചിലർ ആരാണെന്ന് പറയാം. മറ്റു ചിലർ പാണ്ഡവർമാർ തന്നെ. പാണ്ഡവരുടെ യുദ്ധവീരന്മാരുടെ പാണ്ഡവർ. ദ്രോണര്, ഭീഷ്മര്, കർണൻ. അർജുനന്റെ കൂടെയുള്ള എല്ലാ യുദ്ധവീരന്മാർ. ജയദ്രഥനാണോ? ജയദ്രഥനാണോ? കഴിഞ്ഞ എല്ലാവരും പറയാറുണ്ട് ബാക്കി. യോദ്ധാക്കളിൽ പ്രമുഖര്. പാണ്ഡവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം തെറ്റാണ്. പാണ്ഡവരുടെ ഭാഗത്തുള്ള പ്രമുഖ യോദ്ധാക്കളാണ് ഉത്തരം. അത് പറഞ്ഞവർക്ക് ഉത്തരം ശരിയാണ്. യുദ്ധവീരന്മാർ എന്ന് പറഞ്ഞു. യുദ്ധവീരന്മാർ ശരിയാണ്. എല്ലാ യോദ്ധാക്കളും. എല്ലാ യുദ്ധവീരന്മാരും. സുനിതയാ? അതെ അണ്ണാ. സുനിത അക്ക. ഇനി അടുത്ത ചോദ്യം, അണ്ണന്മാരുടെ ഒരു ഒച്ച ഒന്നും കേൾക്കുന്നില്ലല്ലോ, എന്ത് പറ്റി? അണ്ണന്മാരൊന്നും കാണണം തോന്നുന്നു. അണ്ണന്മാരുണ്ടല്ലോ, അനീഷ് അണ്ണനൊക്കെ ചിരിക്കുന്നുണ്ട്. അതെ, അക്കമാരിങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് അണ്ണന്മാർക്ക് എന്തിനാണ് വോയിസ്? അത് ശരി, അവരുടെ റിസർവേഷൻ കൊടുത്തിരിക്കുകയാണല്ലോ സീനിയോറിറ്റി. അവരെ നിരുത്സാഹപ്പെടുത്തണമെന്ന് വിചാരിച്ചു. അത് ശരി, കൊള്ളാം, അത് കൊള്ളാം. ശരി, ഇനി അടുത്ത ചോദ്യം, ഭീഷ്മരുടെ അമ്മയുടെ പേര് ഞാൻ പറയാം. 1 അഹല്യ, 2 ഗാന്ധാരി, 3 സത്യവതി, 4 ഇതൊന്നുമല്ല, ശരിയായ പേര് പറയണം. സത്യവതി. സത്യവതി. ജയശ്രീ ഒക്കെയാണ് ആദ്യം പറഞ്ഞത്. ജയശ്രീ ഒക്കെ പറഞ്ഞു. അതെ, കേട്ടിട്ട് പറയൂ ആരാ കറക്റ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒച്ചത്തിൽ നിങ്ങൾ എല്ലാവരും പറയുമ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അമ്മ ഗംഗയാണ്. ഗംഗാദേവി ഞാൻ ഫസ്റ്റ് പറഞ്ഞു. ഗംഗാദേവിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എഴുതിക്കോളൂ, സിന്ധുവക്ക. രത്നവല്ലി പറഞ്ഞു ഫസ്റ്റില്. അങ്ങനെ നിങ്ങൾ അന്യോന്യം പറയും, അതാണ് അതിന്റെ സത്യം. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളൊന്നും സ്കോർ ചെയ്തുകൊണ്ടൊന്നും നേടാനൊന്നും പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു തൃപ്തി, ഇതൊക്കെ എനിക്ക് അറിയാൻ, ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. അടുത്ത ചോദ്യം,
നമ്മളെ പേര് പറഞ്ഞു അല്ലേ? നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒന്നും പറഞ്ഞിട്ടില്ല. ഭയന്ന് വിറച്ച് താങ്കൾ ആരാണെന്ന് അർജുനൻ ഭഗവാനോട് പറയുമ്പോൾ, അർജുനൻ ഭയന്ന് വിറച്ച് താങ്കൾ ആരാണെന്ന് ഭഗവാനോട് ചോദിക്കുമ്പോൾ ആരാണ് താനെന്നാണ് ഭഗവാൻ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതിന് ഞാൻ ഓപ്ഷൻ തരുന്നില്ല, നിങ്ങൾ തന്നെ ഉത്തരം പറയാം. ലോകത്തെ നിശേഷം നശിപ്പിക്കുന്ന ക്രൂരനായ കാലനാണ്. ആരാ പറഞ്ഞത്? ജയശ്രീ ബി. അതിനേക്കാളും ഭംഗിയായിട്ട് ആ ഉത്തരം പറയാൻ പറ്റില്ല. ശരിയാ, 100% കറക്റ്റ്. ലോകത്തെ, ഇതിന്റെ ഓപ്ഷൻ ഞാൻ കരുതി വെച്ചിരിക്കുന്നത്, ഒന്ന് പരമാത്മാവ്, വിശ്വസ്വരൂപൻ, കലികാലത്തിലെ ശിവൻ, പിന്നെ ലോകത്തെ നശിപ്പിക്കുന്ന ശക്തനായ കാലൻ. അപ്പൊ അതാണ് ശരിയായ ഉത്തരം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് അല്പം ഭഗവത്ഗീതയിൽ നിന്ന് വിട്ടു മാറിയിട്ടാണ് പോകുന്നത്, പക്ഷെ ഇതിനോട് ബന്ധപ്പെട്ടതാണ്. മഹാഭാരത യുദ്ധത്തിൽ ജയദ്രഥൻ എന്ന യോദ്ധാവിനെ വധിക്കുന്ന, ജയദ്രഥൻ എന്ന യോദ്ധാവ് വധിക്കുന്ന പാണ്ഡവ പക്ഷത്തെ പ്രധാന പോരാളിയുടെ പേര്. ഞാൻ പേര് പറയാം, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മഹാഭാരത യുദ്ധത്തിൽ ജയദ്രഥൻ എന്ന പോരാളി വധിക്കുന്ന പാണ്ഡവ പക്ഷത്തെ പ്രധാന പോരാളിയുടെ പേര്. ബൃഹന്നള 1, 2 അശ്വത്ഥാമാവ്, 3 അഭിമന്യു, അഭിമന്യു. 4 സാത്വികി. അഭിമന്യു. ആരാദ്യം പറഞ്ഞത്? ആദിശ്രീ. ജയശ്രീയൊക്കെയാ പറഞ്ഞത്. ജയശ്രീ ഒക്കെ ആദ്യം പറഞ്ഞു. ജയശ്രീക്ക. എല്ലാവരും ഓപ്ഷൻസ് ഫുള്ളായി പറയുന്നവരെ ഒന്ന് ക്ഷമിക്കണം. എന്നിട്ട് പേര് പറഞ്ഞിട്ട് പേര് പറയുന്നില്ല. അത് അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഉത്തരം അറിയുന്നതുകൊണ്ടുള്ള ആ ആങ്ഷൈറ്റിയിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഏതായാലും പറഞ്ഞോളൂ കേട്ടോ. ഇനി അടുത്ത ചോദ്യം. അങ്ങനെയാ ശരിക്കും. അത് പിന്നെ ചക്രവ്യൂഹം എന്നുള്ള ഒരു പ്രയോഗം കേട്ട് കാണും നിങ്ങൾ. അത് ഇവിടെയാണ്. അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിലിട്ടിട്ടാണ് ജയദ്രഥനും കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ ജയദ്രഥനാണ് ആ അമ്പ ചെയ്ത് കൊല്ലുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചക്രവ്യൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിവർത്തിയില്ലാത്ത ഒരു കുടുക്കിൽ പെടുക എന്ന് പറയും, കെണിയിൽ പെടുക എന്നുള്ളതിന്റെ ഒരു പ്രയോഗമാണ് ഈ ചക്രവ്യൂഹം. ജയദ്രഥൻ ഒരു കൗരവരുടെ ഏക അളിയനല്ലേ? ദുശ്ശലയുടെ ഭർത്താവ്. ദുശ്ശലയുടെയാണ്, പാണ്ഡവരുടെ അല്ല. കൗരവരുടെ ഏക അളിയൻ. കൗരവരുടെ ഒരേ ഒരു അനിയത്തിയുടെ സഹോദരിയുടെ ഭർത്താവ്. പിന്നെ അടുത്ത ചോദ്യം. താഴെ കൊടുത്ത പേരുകളിൽ ഒരു സ്നേഹിതനെ എന്ന പോലെ ഭഗവാനെ അബദ്ധത്തിൽ ഏത് പേരാണ് അർജുനൻ വിളിക്കാത്തത്? അർജുനൻ കുറെ പേര് വിളിക്കുന്നുണ്ട്. അതിൽ അർജുനൻ വിളിക്കാത്ത പേരേതാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. 1 കൃഷ്ണ, 2 സഖേ, 3 വസുദേവപുത്ര, 4 യാദവ. സഖേ. വസുദേവപുത്ര. വല്ല ആൻസർ ഉണ്ടോ? കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം. യാദവ. ആരട്ടെ ഇനി അടുത്തത്. ലിസ്റ്റ് കംപ്ലീറ്റ് ആയെന്നാ തോന്നുന്നു. പക്ഷേ നമ്മുടെ ശ്ലോകത്തിൽ പറഞ്ഞത് എന്താന്ന് കഴിഞ്ഞാൽ വസുദേവ പുത്ര എന്ന് വിളിച്ചിട്ടില്ല, ബാക്കി എല്ലാ പേരും വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വസുദേവ പുത്ര എന്നുള്ളതാണ് ശരിയായ ഉത്തരം. നിങ്ങൾ പറഞ്ഞോളൂ, ആരാ ശരി പറഞ്ഞത്? പറഞ്ഞു. സരോജിനി അക്കയുടെ ഒച്ച ഞാൻ കേട്ടായിരുന്നു. സിന്ധു ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു. പറഞ്ഞു. ഇനി അടുത്തത്. നമ്മളിപ്പോ 1 മണിക്കൂർ കൊണ്ട് നടക്കണ്ടേക്കാ. വാസുദേവന്ന് പറഞ്ഞില്ല. വാസുദേവാന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരും ഉടൻ ബുക്ക് നോക്കിയിട്ടാണോ പറയുന്നത്? അല്ലല്ലോ. ചെറിയ സ്മൈലൊക്കെ കാണുന്നുണ്ട്.
ഭഗവാൻ അറിയാം. ശരി. തിലകമൊക്കെ നന്നായി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തോ ചെറിയൊരു പൊടിക്കൈ ഉണ്ടെന്ന് തോന്നുന്നു. ശരി. ഇനിയിപ്പോ ഭഗവാന്റെ അടുത്ത ചോദ്യം. ഭഗവാന്റെ വിശ്വരൂപം അർജുനന് കാണാൻ പറ്റിയത് എങ്ങനെയാണ്? അർജുനന് എങ്ങനെയാണ് ഭഗവാന്റെ വിശ്വരൂപം കാണാൻ പറ്റിയത്? ഒന്ന്, അർജുനന്റെ തേരാളി അർജുനന്റെ തേരാളി ആയതുകൊണ്ടാണ് അർജുനന്റെ തേരാളി ആയതുകൊണ്ടാണ് കൃഷ്ണന്റെ വിശ്വരൂപം കാണാൻ പറ്റിയത്. രണ്ട്, ഭഗവാന്റെ പ്രണവ മന്ത്രം കൊണ്ടാണ്. ഓക്കെ. മൂന്നാമത്തത് ഭഗവാന്റെ ദിവ്യദൃഷ്ടി കൊണ്ടാണ്. 4, ഭഗവാന്റെ യോഗമായ ശക്തി കൊണ്ടാണ്. 5, ദിവ്യദൃഷ്ടി. ദിവ്യദൃഷ്ടി. ആരാ പറഞ്ഞത്? വേഗം പറ. രത്നവല്ലി. ദിവ്യദൃഷ്ടി കൊണ്ടാണ്. ആനന്ദവല്ലിയും പറഞ്ഞു. പക്ഷെ രണ്ടും തെറ്റാണെന്നാ. അടുത്ത ആള് പറഞ്ഞോളൂ. ഇതൊന്നുമല്ല. അതാരാ പറഞ്ഞത്? സിന്ധു ഒക്കെ. അതും തെറ്റിപ്പോയി. പറഞ്ഞോളൂ. അടുത്ത ആള്. സരോജിനിയൊക്കെ എന്തോ പറയുന്നുണ്ട്. കേൾക്കുന്നില്ല. മ്യൂട്ടായിട്ടുണ്ട്. ഭഗവാന്റെ ദിവ്യദൃഷ്ടി എന്നുള്ളത് തെറ്റാണ് അല്ലേ? ജ്ഞാനചക്ഷുസ് അർജുനന് ജ്ഞാനചക്ഷുസ് ഭഗവാൻ കൊടുക്കുക ചെയ്ത്. പ്രണവ ശക്തി കൊണ്ടത്. ഇതിൽ എക്സ്പ്ലനേഷൻ ഇല്ല. ഞാൻ പറഞ്ഞ ഈ 5-ൽ ഏതാണ് ശരി എന്ന് പറയാം. അത്ര തന്നെ. ഞാൻ പറഞ്ഞിരിക്കുന്നത് അർജുനന്റെ തേരാളി ആയതുകൊണ്ട്. അങ്ങനാണ് പറഞ്ഞത്. ആരാ? രവീന്ദ്രപിള്ള. തെറ്റിപ്പോയാ? അയ്യോ. ഭഗവാന്റെ പ്രണവത്തിന് ശക്തി കൊണ്ടാണ്. അതൊക്കെ കഴിഞ്ഞു. പ്രണവമന്ത്രം ഇതൊന്നുമല്ല എന്നുള്ളതാണ്. ഇതൊന്നുമല്ല എന്നുള്ളതല്ലേ എണ്ണ കറക്റ്റ്? അല്ല, ഞാൻ അതിന്റെ ഉത്തരം ഒന്നും കൂടെ വായിക്കാം. അപ്പൊ എന്തൊക്കെ പിടിക്കാൻ പറ്റില്ല. അനീഷാണ്, ഞാൻ ചെറിയൊരു നോട്ടമുണ്ട്. അർജുനന്റെ തേരാളി ആയതുകൊണ്ട് 1, ഭഗവാന്റെ പ്രണവ മന്ത്രം കൊണ്ട് 2, ഭഗവാന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് 3, ഭഗവാന്റെ യോഗമായ ശക്തി കൊണ്ട് 4, ഇതൊന്നുമല്ല 5. അപ്പൊ ഇതില് ശരിയായ ഉത്തരം ഇതുവരെ വന്നിട്ടില്ല. ഭഗവാന്റെ യോഗമായ സൃഷ്ടിയുണ്ട്. ഭഗവാന്റെ യോഗമായ ശക്തി കൊണ്ടാണ്. അപ്പൊ അതിനകത്ത് മാർക്കില്ല കേട്ടോ. യോഗമായ ശക്തി കൊണ്ട് ദിവ്യചക്ഷുസ്. ഇനി അടുത്തത് 12. ഭഗവാന്റെ വചനം അനുസരിച്ച് ഇതിൽ ആരാണ് ഭഗവാനിൽ മോക്ഷം പ്രാപിക്കാത്തത്? ഭഗവാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആരൊക്കെയാണ് എന്നിൽ മോക്ഷം പ്രാപിക്കുന്നവർ. ഇതിൽ അല്ലാത്തത് ആരെന്നാണ് ചോദ്യം. 1, അവരവരുടെ ജോലികൾ എനിക്ക് വേണ്ടി ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ ഭഗവാന് വേണ്ടി ചെയ്യുന്നവർ 1. 2, എന്നെ ആശ്രയിക്കുന്നവർ. 3, പാശങ്ങളിൽ നിന്ന് വിമുക്തരായവർ. 4, ദ്വേഷബുദ്ധി ഇല്ലാത്തവർ. 5, ഇതൊന്നും അല്ലാതെ പക്ഷെ മറ്റു യോഗ്യതകൾ ഉള്ളവർ. ഇതൊക്കെ കുറെ യോഗ്യതകളാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആരാണ് എന്നിൽ മോക്ഷം പ്രാപിക്കാത്തതെന്നാണ് ചോദ്യം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. അവരവരുടെ ജോലികൾ എനിക്ക് വേണ്ടി ചെയ്യുന്നവർ, ഭഗവാന് വേണ്ടി ചെയ്യുന്നവർ. മോക്ഷം പ്രാപിക്കാത്തവരാണോ അണ്ണ? ആരാണ് മോക്ഷം പ്രാപിക്കാത്തതെന്നാണ് ചോദ്യം. ഭഗവാൻ, ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഭഗവാന്റെ വചനം അനുസരിച്ച് ഇതിൽ ആരാണ് ഭഗവാനിൽ മോക്ഷം പ്രാപിക്കാത്തവർ? ഉത്തരം
അവരവരുടെ ജോലികൾ എനിക്ക് വേണ്ടി ചെയ്യുന്നവർ മോക്ഷം പ്രാപിക്കുകയോ ഇല്ലയെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. 2, എന്നെ ആശ്രയിക്കുന്നവർ. 3, മോഹപാശങ്ങളിൽ നിന്ന് വിമുക്തരായവർ. 4, ദ്വേഷബുദ്ധി ഇല്ലാത്തവർ. 5, ഇതൊന്നും അല്ലാത്ത മറ്റ് യോഗ്യതകൾ ഉള്ളവർ. ഫസ്റ്റ് ഓപ്ഷൻ അവരവരുടെ ജോലികൾ എനിക്ക് വേണ്ടി ആദ്യത്തെ ഫസ്റ്റ് ഓപ്ഷൻ ആരാ പറഞ്ഞത്? സുനിത. സുനിതാക്ക. തെറ്റിപ്പോയേക്ക. ലാസ്റ്റ് ആണ് ലാസ്റ്റ് ഇതൊന്നുമല്ലാത്ത അതാ ഞാൻ അല്ല. പറഞ്ഞ ലാസ്റ്റ് ഓപ്ഷൻ ആണ്. മോക്ഷം പ്രാപിക്കാത്തവർന്നല്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ ലാസ്റ്റ് ആണ്. ഇതൊന്നും അല്ലാത്ത ലാസ്റ്റ് ഓപ്ഷൻ ലാസ്റ്റ്. ആരാ പറഞ്ഞത്? ഞാൻ ആദ്യമേ പറഞ്ഞ കാണാതെ ആദ്യം ഇതൊന്നും അല്ലാത്ത മറ്റു ചില ഗുണങ്ങൾ ഉള്ളത്. അതാണ് കറക്റ്റ് ആൻസർ. എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യമേ പറഞ്ഞു. കൃത്യമായിട്ട് ഭഗവാൻ അത് പഞ്ച തത്വം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതിൽ പഞ്ചമുഖ പദ്ധതി. ബാക്കി എല്ലാത്തിനും പിന്നെ ഭഗവാനിലേക്ക് അവരെല്ലാവരും ഈ ചെയ്ത് ബാക്കി പറഞ്ഞ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ജോലികൾ ഭഗവാന് വേണ്ടി ചെയ്യുന്നവർ ഭഗവാനിൽ മോക്ഷം പ്രാപിക്കും. പിന്നെ എന്നെ ആശ്രയിക്കുന്നവർ, ഭഗവാനെ ആശ്രയിക്കുന്നവർ ഭഗവാനിൽ മോക്ഷം പ്രാപിക്കും. മോഹപാശങ്ങളിൽ നിന്ന് വിമുക്തരായവർ ഭഗവാനിലേക്ക് എത്തിച്ചേരും. ദ്വേഷബുദ്ധി, ഒന്നിനോടും കൂടുതൽ അടുപ്പമോ പിന്നെ വിരക്തിയോ കാണിക്കാത്ത ആൾക്കാരും ഭഗവാനിലേക്ക് എത്തിച്ചേരും. പക്ഷെ ഇതൊന്നും അല്ലാതെ എത്രയോ നല്ല യോഗ്യന്മാരുണ്ട്. പക്ഷെ അവര് ആ യോഗ്യത കൊണ്ട് മാത്രം ഭഗവാനിലേക്ക് എത്തിച്ചേരണം എന്നില്ല. ഇതാണ് എന്റെ ഉത്തരം. ഇനി ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ സിന്ധു ഒക്കെ മാത്രം ഇതിന് ഉത്തരം പറയാൻ പാടില്ല. അധ്യായം 11 വിശ്വരൂപ ദർശനം എന്ന അധ്യായം എന്ന് മുതലാണ് നമ്മുടെ SPYSS വായിക്കാൻ തുടങ്ങിയത്? ഇതിന് ഓപ്ഷൻ ഇല്ല, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. സിന്ധു ഒക്കെ മാത്രം പറയണ്ട കേട്ടോ. അയ്യോ, അത് തുടങ്ങിയത് എന്നാണ് നമ്മൾ തുടങ്ങിയത്? മാർച്ചില്. November 9/4. 23 24 ദിവസവും കൃത്യമായിട്ട് ഞാൻ അതിനൊരു ക്ലൂ തരാം. ഇന്നിപ്പോ നമ്മളിപ്പോ 121 ദിവസമാണ്. ഇന്ന് നമ്മളിത് വായിക്കുന്നത് ഭഗവത്ഗീതയുടെ 121 ദിവസമാണ്. അത് വായിച്ചത് 110 ദിവസത്തിലാണ്. നമ്മൾ തുടങ്ങിയത് 110 ദിവസത്തിലാണ്. അപ്പൊ എപ്പോഴാണ് നമ്മൾ തുടങ്ങിയത്? 11 ആഴ്ച മുമ്പ്. 29th ഫെബ്രുവരി. 29th ഫെബ്രുവരി. 11 ആഴ്ച. സുനേനക്കാണോ? 29 29th ഫെബ്രുവരി കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്. ഇനി അതിന്റെ ഒരു ഉപചോദ്യം കൂടി ചോദിക്കാം. അന്നേ ദിവസം ഇതിനെ ആങ്കറിങ് ചെയ്ത ആരാണ്? ആരെങ്കിലും ഉണ്ടാ കൂട്ടത്തില്? ഗോപണ്ണൻ അല്ല. ഇതിന്റെ ഡയറക്റ്റ് ആൻസർ ആൻസർ അറിയാം, പക്ഷെ എല്ലാവർക്കും ഒരു ചാൻസ്. ഇല്ല, ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുത്തിരുന്നു. ഞാൻ ആങ്കറിങ് ചെയ്തിട്ടില്ല. അവരവർക്ക് ചെയ്തവരെ ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോ. ഇല്ല, അതിന് ഉത്തരവില്ല അല്ലേ? എനിക്ക് ആൻസർ അറിയാം, പക്ഷെ എന്റെ മുന്നിൽ അത് ഉണ്ട് അന്നേത്തെ. വേണ്ടല്ലേ? ശരി, ആർക്കും അറിയില്ലെങ്കിൽ അറിയുന്നവര് പറയാത്ത കൊള്ളാം. അല്ല, ഒരു ക്ലൂ കൂടി ക്ലൂ കൊടുക്കാം. നമ്മുടെ ബാംഗ്ലൂരിലുള്ള SPYSS യോഗ ബന്ധുവാണ്.
അക്കയല്ല, ഇത് റണ്ണനാണ് അന്ന് ഇതിനെ ആങ്കറിങ് ചെയ്തത്. ഗോപണ്ണൻ അല്ല, രതീന്ദ്രനാണ്. രവീന്ദ്രനാണ്. ആരാ പറഞ്ഞേ? സുഷമാക്ക. കറക്റ്റ് ആൻസർ. ശരി. അപ്പൊ അത് എല്ലാവർക്കും താല്പര്യം ഉള്ളതുകൊണ്ട് ഒന്നും കൂടെ ചോദിക്കാം. ഇതിന്റെ ചാൻഡിങ് ഗൈഡൻസ് കൊടുത്തത് ആരാണ്? ഈ അധ്യായത്തിന്റെ മാത്രമാണ്, അതും ഇതിന്റെ ഫസ്റ്റ് പാർട്ട്. ഒരക്കയാണ്. സർവീനൊക്കെയാണോ മറന്നുപോയിട്ടാവും ചിലപ്പോ? ഇല്ല, ഞാനല്ലെന്നാ തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല അണ്ണാ. ശരി, എങ്കിൽ ഞാൻ പറയാം. ആർക്കും ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറയാം. അത് രമയൊക്കെയായിരുന്നു അന്ന് ചെയ്തത്. ഇനി ഇതിപ്പോ ഈ ചോദ്യം അതിനേക്കാളും ബുദ്ധിമുട്ടുള്ളതായിരിക്കും തോന്നുന്നു. ആദ്യത്തെ ശ്ലോകം പാടിയത് ആരാണ്? രമ ഒക്കെ ചൊല്ലിക്കൊടുത്തപ്പോൾ ആദ്യത്തെ ശ്ലോകം പാടിയത് ആരാണ്? ഇത് പാടിയവർക്ക് ഓർമ്മയില്ലായിരിക്കും. പലതിപ്പോ നമുക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല എന്താ ചെയ്തത്. എന്നാലും അത് തുടങ്ങുമ്പോ ഞാനാണ് എന്നുള്ള. അതെ, പാടിയവര് ഇന്നത്തെ പാർട്ടിസിപ്പൻസിൽ പാടിയവരുണ്ട്. ശരി. അങ്ങനെ ക്ലൂ കൊടുത്തോളാം, കുഴപ്പമില്ല. ഗിരിജക്കൊക്കെ ഓർമ്മയില്ലേ ആരാ പാടിയെന്ന്? ചിലപ്പോ ഗിരിജക്ക് തന്നെ പാടിയിട്ടുണ്ടാവും. ഓർത്ത് നോക്കിയോളൂ. ഇതൊക്കെ ഏറ്റുപാടിയിട്ടുണ്ടാവും. ശരി, അറിയില്ലെങ്കിൽ ഞാൻ പറയാം. അത് ഓർമ്മയുണ്ടാവാൻ വഴിയുണ്ട്. ബിനി അരവിന്ദ് ഒക്കെയാണ് അന്ന് പാടിയത്. ഉണ്ടോ അവിടെ കൂട്ടത്തില്? ബിനിയൊക്കെയാണോ? അതെ, ആരുമില്ല. ഉണ്ടോ അവിടെ? അക്കൗണ്ട് ഇല്ല. ശരി, ഇനിയിപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതില് ഞാനൊരു ശ്ലോകം വായിക്കാം. ശ്ലോകം 39 വായുര്യമോഗ്നിർവരുണാ ശശാങ്ക പ്രജാപതിത്വം പ്രപിതാമഹശ്ച. ഇതില് ബ്രേക്കപ്പ് ആയിട്ട് പറയാം. വായു, ഫയർ അഗ്നി, വരുണൻ വെള്ളം, ശശാങ്ക ഒന്ന്, പ്രജാപതിത്വം പ്രപിതാമഹശ്ച. ഇതില്ല. ശശാങ്ക എന്ന് പറഞ്ഞ ആരെയാണ്? ചന്ദ്രൻ. ചന്ദ്രൻ. പ്രപിതാമഹശ്ച എന്ന് പറഞ്ഞ ആരെയാണ്? ബ്രഹ്മാവിന്റെ പിതാവ്. പ്രജാപതിത്വം എന്ന് പറഞ്ഞ ബ്രഹ്മാവാണ്. ഹിരണ്യഗർഭൻ. ബ്രഹ്മാവിന്റെ പ്രപിതാമഹശ്ച എന്ന് പറഞ്ഞ ആരാണ്? കൃത്യമായിട്ട് ആരാണ്? ബ്രഹ്മാവ്. അത് വെറും എക്സ്പ്ലനേഷൻസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സിനെ പറയുന്നുള്ളൂ. അത് ആരെന്ന് പറയുന്നതാണ് എന്റെ ഓർമ്മ. അങ്ങനെ പറയുന്നില്ല. അടുത്ത ചോദ്യം. ഭഗവാൻ തന്റെ വിശ്വരൂപത്തിൽ നിന്ന് തന്റെ പൂർവ്വരൂപത്തിലേക്ക്, പൂർവ്വരൂപത്തിലെന്ന് പറഞ്ഞാൽ ശംഖ് ചക്ര ഗദാപത്മം ആയിട്ടുള്ള ആ രൂപത്തിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം, ഒരു കാരണം ഉണ്ടാകുമല്ലോ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഞാൻ പറയാം. അർജുനൻ തന്റെ കർമ്മം ചെയ്യാത്തത് കൊണ്ട്, ഒന്ന്. രണ്ട്, അർജുനൻ യത്നം ചെയ്യാത്തത് കൊണ്ട്. അർജുനൻ പോരാളിയാണ്, യജ്ഞം ചെയ്ത് കാണില്ലെന്നാണ് പറയുന്നത്. യജ്ഞം ചെയ്യാത്തത് കൊണ്ട്. പിന്നെ അർജുനൻ പേടിച്ചത് കൊണ്ട്. അർജുനൻ തപസ് ചെയ്യാത്തത് കൊണ്ട്. പേടിച്ചത് കൊണ്ട് കറക്റ്റ് ആൻസർ ആണ്. അർജുനന്റെ പേടി കൊണ്ടാണ് ഭഗവാൻ തിരിച്ചു രൂപത്തിലേക്ക് വരുന്നത്. അടുത്ത ചോദ്യം. 45 ഉള്ളൂ. ശ്ലോകം 54 ആരെ പുസ്തകം നോക്കണ്ട,
ശ്ലോകം 54 ഭഗവാനിൽ മോക്ഷം പ്രാപിക്കുവാനുള്ള എളുപ്പം ഏത് വഴിയാണ് അർജുനനെ ഉപദേശിക്കുന്നത്? മോക്ഷം പ്രാപിക്കാനുള്ള എളുപ്പ വഴി ഏതാണ്? ഇതിന് ഞാൻ ഓപ്ഷൻ തരുന്നില്ല, ഉത്തരം അറിയില്ലെങ്കിൽ ഓപ്ഷൻ തരാം. ഭക്തി 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 അനന്യഭക്തി അനന്യഭക്തി ഭക്തി. ഇനി ഓപ്ഷൻ തരാം, കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി. 1 യജ്ഞം, 2 തപസ്, 3 ഭക്തി, 4 അനന്യഭക്തി. കർമ്മം, 5 വേദപഠനം. ഇതിന് ഏതാണ് ശരി? ഭക്തി ഭക്തി. ഇത് പറയുകയാണെങ്കിൽ ഭക്തി തന്നെ. അനന്യഭക്തിയിൽ എടുത്തു പറയുന്നുണ്ടല്ലോ അണ്ണ, അനന്യയാ ഭക്ത്യ. ശരി. ഇനി അടുത്ത ചോദ്യം. നമ്മൾ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞു, മരുത്തുക്കൾ, വസുക്കൾ, രുദ്രന്മാർ, പിന്നെ അശ്വിനി കുമാരന്മാർ. ഇതില് ഈ വസുക്കൾ എന്ന് പറഞ്ഞ ആരാണ്? അവർ എത്ര പേരുണ്ടെന്നാണ് ചോദ്യം. ആരാണ് വസുക്കൾ? എത്ര പേരുണ്ട്? 8 പേര്. അഷ്ടവസുക്കൾ. സർവ്വനിയൊക്കെ കേട്ടിട്ടുണ്ട്. സർവ്വനിയൊക്കെ 8 പറഞ്ഞോളൂ. പേരുണ്ട്. 8 പേരുണ്ട്. ശരി. ആരാണവർ? അയ്യോ, അവരുടെ പേരൊക്കെ ഓർത്തിരിക്കും. വസുക്കള്. ഇത് ഗംഗാദേവിയുടെ മക്കളല്ലേ? പക്ഷെ പേരുകൾ ഓർത്തിരിക്കും. ഗംഗാദേവിയുടെ പ്രജാപതിയുടെ മകളെ മക്കള്. പേരുകൾ ഓർത്തിരിക്കും. പ്രജാപതിയുടെ മകളുടെ മക്കള്. പ്രജാപതിയുടെ മകളുടെ പേര് വസു എന്നാണ്. അതുകൊണ്ട് വസുവിന്റെ മക്കൾ വസുക്കൾ എന്ന് പറയുന്നത് ശരിയാണ്. അത് ശരിയാണ്. പക്ഷെ വേറൊരു സ്ഥലത്ത് രാമായണത്തിൽ എന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല് കാശ്യപന്റെയും അതിഥിയുടെയും മക്കളാണെന്നും പറയുന്നുണ്ട്. മഹാഭാരതത്തിൽ പറയുന്നത് ദക്ഷ പ്രജാപതിയുടെ മകളെന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് അവിടത്തേക്ക് വിടാം. ആൻസർ അത് ശരിയാണെന്ന് കണക്ക് കൂട്ടാം. കാരണം വസുക്കൾ എന്നുള്ള പേര് വസുവിൽ നിന്ന് വന്നാണ്. ശരി. ഇനി ഈ ഭഗവത്ഗീതയിൽ പറയുന്ന രുദ്രന്മാർ അവരെത്ര പേരുണ്ട്? 11. 11. ശിവന്റെ ആരാ ഓരോ ചിലവാക്കെയാണ്. ശിവന്റെയാണ്. 11 പേരുണ്ട്. ഇവരാരാണ്? ശിവന് രുദ്രന്മാർ എന്ന് പറയുന്നത് ആരാണ്? ശിവന്റെ ഓരോ ഭാവങ്ങളാണ്. ശരി. അതിന്റെ ഉത്തരം ഭാവങ്ങളെന്ന് പറയുന്നില്ല. ഇവര് തോഴന്മാർ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. രുദ്രന്റെ ലോയൽ കമ്പാനിയൻസ് എന്ന് പറയും, ഡിവൈൻ എയ്ഡ്സ് എന്ന് പറയും. കൂടെയുള്ള ദൈവികമായ ശക്തിയുള്ളവർന്നോ, പിന്നെ മെസ്സഞ്ചേഴ്സ് ഓഫ് രുദ്ര എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത് പല വ്യാഖ്യാനമാണ്. അതിനിപ്പോ കൃത്യമായിട്ട് അതിന് ഉത്തരം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ അർത്ഥങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോ ഇതാണ് ഇന്നത്തെ ചോദ്യാവലി. വ്യാഖ്യാനത്തിൽ ഇവരുടെയൊക്കെ പേരുകൾ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. ഈ പേരൊക്കെ ഉണ്ടാക്കാം. എല്ലാവരുടെ പേരും വസുക്കളുടെയും രുദ്രന്മാരുടെയും ഒക്കെ പേരുകൾ. മരത്തിന്റെ വരെ പേരുണ്ട്. അത് 10-48 പേരുണ്ട്. അവരുടെ പേര് വരെ ഉണ്ട്. അശ്വിനി കുമാരന്മാർ 2 പേരേ ഉള്ളൂ. അത് അത്രയേ ഉള്ളൂ. കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഈ പ്രോഗ്രാം നമ്മുടെ ഇത് തീരെയാണ്. ഇപ്പോ നിങ്ങൾ എല്ലാവരും പിന്നെ സഹകരിച്ചതിന് നന്ദി, ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഇതിലിപ്പോ ആര് ജയിച്ചു ആര് തോറ്റു എന്നില്ല. എല്ലാവരും അവരവരുടെ അറിയുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാക്കിയതിന് വളരെ നന്ദിയാണ്. ഇവിടെ കുറെ സമയം അതിനു വേണ്ടി ചെലവാക്കിയില്ലേ? വൺ വേർഡ് ആൻസർ ഇല്ല, ഇത് വളരെ കുറവാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇതിനൊക്കെ ബുദ്ധിമുട്ടാണ്. കൃത്യം ഈ ചാപ്റ്ററിൽ ഞാൻ നേരത്തെ ചാപ്റ്ററിലൊക്കെ ഞാൻ ചെയ്തതാണ്. പക്ഷെ ഈ ചാപ്റ്ററിൽ എത്തിയപ്പോൾ എനിക്ക് വൺ വേർഡ് ആൻസർ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വെല്ലാൻ ആരുമില്ല. അത് തറവായിട്ട് വായിച്ച് മനസ്സിലാക്കിയവർക്ക് അത് പിന്നെ അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് ചില കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ടാണ് ഉള്ളത്, ജനറൽ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതിന് സഹകരിച്ച പ്രത്യേകിച്ച് സിന്ധു അക്കും പിന്നെ സരോജിനി അക്കും
ഇവരൊക്കെയാണ് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചിരിക്കുന്നവർ. അതുകൊണ്ടാണ് പ്രത്യേകം നന്ദി പറഞ്ഞത്. സുനേനാക്ക പിന്നെ എന്നും ഉണ്ടല്ലോ കൂടെ. അവർക്ക് എല്ലാവർക്കും നന്ദി. എനിക്ക് അവസരം തന്ന സമിതിക്കും നന്ദി. ലോക കല്യാണ മന്ത്രം ചെല്ലാം. നിവർന്നിരിക്കുക. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹരി ഓം.